നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് M23EC 12DC കേരള എക്കണോമിയിലെ ബ്ലോക്ക് 3 സ്റ്റേറ്റ് ഫിനാൻസിൽ ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് സ്റ്റേറ്റ് ഫിസിക്കൽ ട്രെൻഡ്സ് ഇൻ കേരളയാണ് നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. സ്റ്റേറ്റ് ഫിനാൻസ് എന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻകവും എക്സ്പെൻഡിച്ചറും മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. കേരള എന്ന് പറയുന്നത് ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിന് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പെൻഷൻ, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള സെക്ടേഴ്സിൽ വലിയ സ്പെൻഡിങ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് റവന്യൂ മൊബിലൈസേഷൻ, എക്സ്പെൻഡിച്ചർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് നമ്മളത്. കേരളത്തിൻ്റെ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തെക്കാട്ടി കൂടുതലാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അപ്പോൾ അത് ഡെഫിസിറ്റിന് സ്വാഭാവികമായിട്ടും കാരണമാവും. കേരളത്തിന് റവന്യൂ രണ്ട് മേജർ സോഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് ഓൺ റവന്യൂ, അതായത് നമ്മുടെ ടാക്സസ്, SGST, എക്സൈസ് ഡ്യൂട്ടി, മോട്ടോർ ടാക്സ് എന്നിവ ഇതിനകത്ത് ഉൾപ്പെടും. നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുമ്പോൾ അതിനകത്ത് ഫീസ്, ഫൈന്, നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്നിവയാണ് അതിനകത്തുള്ള റിസീപ്റ്റ്സ് ആയിട്ട് വരുന്നത്. അടുത്ത സെക്കൻഡ് മേജർ സോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേടുന്ന ട്രാൻസ്ഫർ ആണ്. അത് ഫിനാൻസ് കമ്മീഷൻ്റെ സെൻട്രൽ ടാക്സ് ഷെയർ ആയിട്ട്, ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള സെൻട്രൽ ടാക്സ് ഷെയർ ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ഗ്രാൻസിൻ്റെ എയ്ഡായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സ് ഓൺ ടാക്സ് റവന്യൂ ആണ്. GST ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം SGST വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, റവന്യൂ രജിസ്ട്രേഷൻ ഇവയൊക്കെയാണ് നമുക്ക് മേജറായിട്ട് കിട്ടുന്ന ടാക്സസ്. എക്സൈസ് ഡ്യൂട്ടി എസ്പെഷ്യലി ലിക്കർ സെയിൽസിൽ നിന്നാണ് നമുക്ക് വലിയൊരു റവന്യൂ വരുമാനം നമുക്ക് വരുന്നത്. 2015-16 45,428 കോടി ആയിരുന്നത് നമുക്ക് 2024-25 കാലഘട്ടം ആകുമ്പോഴത്തേനും അത് 1 ലക്ഷം കോടി ക്രോസ് ചെയ്യുന്നത്. 1,03,239 കോടിയാണ് 2024-25 കാലഘട്ടത്തിൽ വരുന്നത്. ഇത് ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തതായിട്ടും ടാക്സ് ബേസ് എക്സ്പാൻഡ് ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കേരള സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെൻട്രലിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് കിട്ടുന്ന ഫിനാൻഷ്യൽ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ടാക്സ് റെവല്യൂഷൻ നടക്കുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനം നമ്മുടെ സ്റ്റേറ്റ് ടാക്സിന് ഷെയർ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ പാൻഡമിക്, കോവിഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്ലഡ് സിറ്റുവേഷൻ, ഇതൊക്കെ നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച്, എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ബാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പാൻഡമിക് പീരീഡിൽ ഗ്രാൻസിൻ്റെ ആയിട്ട് വളരെയധികം ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്റ്റേറ്റിൻ്റെ എമർജൻസി സപ്പോർട്ടിന് വേണ്ടി അത് ആവശ്യമായിരുന്നു. ഓക്കെ, ഇതൊരു നമുക്ക് ആ കോവിഡ് സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ ജനങ്ങൾക്ക് നൽകിയ സപ്പോർട്ടിന് അത് ഈ ഗ്രാൻസിൻ്റെ എയ്ഡ്, സെൻട്രൽ ഷെയർ ആയിട്ട് വന്ന ഗ്രാൻസിൻ്റെ എയ്ഡ്, അല്ലാതെ ഗവൺമെൻറ് കൂട്ടിയ വേറെ വരുമാനങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ് നമുക്കൊരു കഴിഞ്ഞൊരു 10 വർഷ കാലയളവിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയെന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഓക്കെ, 77,427 കോടി എന്നുള്ളത് 1,67,000 കോടിയായിട്ട് മാറിയത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ടാക്സ് റവന്യൂവിൻ്റെ സ്റ്റഡി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പാൻഡമിക് ടൈമിൽ അതൊരു ചെറിയ സ്ലോ ഡൗൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും കോവിഡ് പീരീഡ് കഴിഞ്ഞപ്പോഴത്തേന് അതൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു റിക്കവറി നമ്മൾ കാണുന്നുണ്ട്. കോവിഡ് പീരീഡിൽ എക്കണോമിക് ആക്ടിവിറ്റി കുറഞ്ഞപ്പോൾ ടാക്സ് കളക്ഷൻ ഒബ്വിയസ്ലി എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് എക്കണോമിയുടെ പെർഫോമൻസ് സ്റ്റേറ്റ് ഫിനാൻസിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാരണം എക്കണോമിയിൽ എന്തെങ്കിലും ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകുമ്പോൾ അത് സ്റ്റേറ്റ് ഫിനാൻസിനെയും ബാധിക്കും. എക്സ്പെൻഡിച്ചേഴ്സ് നോക്കാൻ നേരത്ത് നമുക്കത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും നമുക്ക് തരംതിരിക്കാവുന്നതാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡെയിലി അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചിലവാക്കുന്ന റെക്കറിങ് എക്സ്പെൻസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ബ്രിഡ്ജസ്, ഇറിഗേഷൻ പ്രോജക്ട്സ് പോലെയുള്ള ക്യാപിറ്റൽ പ്രോജക്ട്സിന് വേണ്ടി, അസറ്റ് ക്രിയേഷന് വേണ്ടി, ലോങ് ടേം അസറ്റ് ക്രിയേഷന് വേണ്ടി ചിലവാക്കുന്ന ഫണ്ട്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എക്കണോമിക് സോഷ്യലും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടാണ്.
കേരളം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൂടി നിൽക്കുന്നതിൻ്റെ മേജർ ഒരു ഭാഗം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഹൈ ആണ്. കേരളം എഡ്യൂക്കേഷനിലും ഹെൽത്തിലും അഗ്രികൾച്ചറിലും വെൽഫെയർ സ്കീംസിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ അധികമാണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട്, ഒരു 10 വർഷത്തിനിടയിൽ ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. കോവിഡ് പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വെൽഫെയർ സ്കീംസിലും ഉള്ള ഇൻക്രീസ്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള റൈസ് 2020-21 കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ് ക്രിയേഷൻ അല്ല, സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, സബ്സിഡീസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പോലെയുള്ള ചിലവുകൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസ് ചെയ്യാനും ഗവൺമെൻറ്റിന് അത്ര എളുപ്പം നടക്കില്ല. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും നമ്മുടെ പെൻഷനും വളരെയധികം കൂടുതലുമാണ്. അതൊരു ഭയങ്കര ഫിസിക്കൽ ബേർഡനായിട്ട് നമുക്കൊരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണുവാനും കഴിയും. ഇതൊരു എന്താ പറയുക, എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമുക്കതിനെ അങ്ങനെ കാണുവാൻ കഴിയുന്നത്. ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ഗ്രോത്തിന് വേണ്ടി ഗവൺമെൻറ് പ്രൊഡക്റ്റീവ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ കേരളത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള ഫിസിക്കൽ സ്പേസ്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ്, ബിൽഡിംഗ്, ഇറിഗേഷൻ, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിന് വേണ്ടിയൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചിലവാക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ളൊരു ഫിസിക്കൽ സ്പേസ് കുറവാണ്. ഇത് നമ്മുടെ എക്കണോമിയുടെ, കേരള എക്കണോമിയുടെ ഒരു ഫ്യൂച്ചർ എക്കണോമിക് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഭയങ്കര ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിനനുസരിച്ച് ഗ്രോ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ ഒരു മേജർ ഫിസിക്കൽ ചാലഞ്ച് നമ്മുടെ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി പ്രിസർവ് ചെയ്യുക എന്നതാണ്. അതായത് നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റുമാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന നേരത്ത് നമുക്ക് ഹൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റൈസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബോറോ ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്, ഡെപ്റ്റ് ബർഡനും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ളൊരു ഫിസിക്കൽ സ്പേസ് ലിമിറ്റഡാണ്. റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ബോറോയിങ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഈ ബോറോയിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും അത് അധികമായിട്ട് നമുക്ക് കൂടും. ഓക്കെ, ഡെപ്റ്റ് ബർഡൻ എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് ബർഡൻ കൂടുമ്പോൾ നമ്മൾ കടം കൂടുതൽ മേടിച്ചാൽ സംഭവിക്കും, നമ്മൾ അതിന് പലിശ കൂടുതൽ അടച്ചേ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ഫിസിക്കൽ മാനേജ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സിനുള്ള ബാലൻസും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫ്യൂച്ചറിലേക്ക് എക്കണോമിയെ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കേരള എക്കണോമി ഒരു ഡെവലപ്മെൻറ്റൽ പാറ്റേണിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് എക്കണോമിയുടെ ഗ്രോത്തിനെ തന്നെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത. ഇതാണ് കേരള എക്കണോമിയിലെ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ക്രൈസിസും കേരളത്തിൽ എങ്ങനെയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഹെൽത്തിനെ മെഷർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീപ്റ്റ്സും നോൺ ഡെപ്റ്റ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഗവൺമെൻറ് ചിലവുകൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബോറോയിങ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ എത്രമാത്രം കടം മേടിക്കേണ്ട അവസ്ഥ വരുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ആകുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡെപ്റ്റ് കൂടും. ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് ബർഡൻ കൂടും. ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയുള്ള അവൈലബിൾ ഫണ്ട്സ് നമ്മുടെ കയ്യിൽ കുറയും. ഇന്ത്യയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി FRBM, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്, അതാ FRBM ആക്ട് ഉണ്ട്. ഇത് പ്രകാരം സ്റ്റേറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് സ്റ്റേറ്റ് GDPയുടെ 3% അകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, GSDPയുടെ 3% മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് FRBM ആക്ട് പറയുന്നത്. പക്ഷേ കേരളം പോലെയുള്ള ഒട്ടുമിക്ക വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്കും ഇത് മെയിൻറ്റെയിൻ
ചെയ്യാൻ വേണ്ടി വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് കാണാം. നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് നമ്മുടെ കേരളത്തിന് എന്താണ് ധനക്കമ്മിയുണ്ട്, വരുമാന കമ്മിയുണ്ട്. ഇതെല്ലാം ഈ റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ നമ്മൾ കേരളം ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ തന്നെയാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ റിസീപ്റ്റ്സിനേക്കാൾ കൂടുതലാവുന്ന സിറ്റുവേഷനാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ എന്ന് പറയുന്ന ആ സിറ്റുവേഷനാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, സാലറീസ്, പെൻഷൻസ്, സബ്സിഡീസ്, വെൽഫെയർ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം ഉണ്ടാവുന്നത്. റെക്കറിങ് എക്സ്പെൻസ്, ഇതെല്ലാം റെക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുമാണ്. ഓക്കെ, കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ വർഷവും റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. 2017-18 കാലഘട്ടത്തിൽ, പിന്നെ പാൻഡമിക് പീരീഡിൽ ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണുവാനും കഴിയും. ഓക്കെ, ഒന്ന് നമുക്ക് പോസ്റ്റ് ഫ്ലഡ് പീരീഡ്, പിന്നെ പാൻഡമിക് പീരീഡ്, ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ ഡെഫിസിറ്റ് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2020-21 കാലഘട്ടത്തിലാണ് റവന്യൂ ഡെഫിസിറ്റ് 50,000 കോടിയിലും മേളിലായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡെയിലി എക്സ്പെൻഡിച്ചർ നടത്തുവാനും വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാനും ഗവൺമെൻറ് എന്ത് ചെയ്യണം, കടം മേടിക്കേണ്ട അവസ്ഥ വരും. നമ്മൾ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കാൻ തന്നെ നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ ചിലവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കടം മേടിക്കേണ്ട ഇത് വന്നു. അപ്പോൾ 2024-25 മാത്രമാണ് ഒരു ചെറിയ പോർഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, സർപ്ലസ് കാണിച്ചിട്ടുള്ളത്. ഇത് ഫിസിക്കൽ സ്ട്രെസ്സിൻ്റെ ഒരു ഭയങ്കര ക്ലിയർ ഇൻഡിക്കേഷൻ മാത്രമല്ല. ഹെൽത്തി ഫിനാൻസ് സിസ്റ്റത്തിൽ ബോറോയിങ് മെയിൻലി ക്യാപിറ്റൽ പ്രോജക്ട്സിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആയിരിക്കണം. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ റെക്കറിങ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് റവന്യൂ ഡെഫിസിറ്റിന് വേണ്ടി പോലും നമ്മൾ ബോറോയിങ് നടത്തുന്നുണ്ട്. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓവറോൾ ഇൻകം എക്സ്പെൻഡിച്ചർ ഗ്യാപ്പാണ്. കേരളത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡെക്കേഡായിട്ട് തന്നെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഹൈ ആയിട്ട് കാണാം. പാൻഡമിക് സമയത്ത് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെയധികം കൂടുതലായിട്ടും കാണാം. ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഒഴിവാക്കി കഴിയുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നോ അതാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ്. എത്രമാത്രം സ്പെൻഡിങ് ഓവറോൾ കൂടുതലാണെന്ന് കാണിക്കുന്ന എമൗണ്ട് ആണ്. ബിക്കോസ് ഇറ്റ് ഷോസ് വെദർ ദ ഗവൺമെൻറ് ഈസ് സ്റ്റിൽ ഓവർ സ്പെൻഡിങ് ഈവൻ വിത്തൗട്ട് പാസ് ഡെറ്റ് ബർഡൻ. നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഡെപ്റ്റ് ബർഡൻ കൂടുതലാണോ എന്ന് കാണിക്കുന്നൊരു ഫാക്ടറാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമുക്ക് കൂടുതലാണെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കേരളത്തിൽ എല്ലാ വർഷവും പ്രൈമറി ഡെഫിസിറ്റ് നെഗറ്റീവ് ആയിരുന്നു. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിൻ്റെ ബർഡൻ ഇല്ലാതിരുന്നാലും കേരളത്തിൻ്റെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകത്തെക്കാട്ടിലും കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വളരെ സ്ട്രക്ചറലായിട്ടുള്ള ഫിസിക്കൽ ഇംബാലൻസിന് നമ്മുടെ സ്റ്റേറ്റിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെന്ന് അത് കാണിക്കുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു സിറ്റുവേഷൻ ഒന്നുമല്ല, കാലങ്ങളായിട്ട് സ്റ്റേറ്റിൽ പ്രിവെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ സാലറി പേയ്മെൻറ്റ്സും പെൻഷൻ പേയ്മെൻറ്റ്സും എല്ലാം വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഹൈ ആയിട്ടുള്ള ഇത് വരുന്നത്. നമ്മുടെ വെൽഫെയർ സ്കീംസും എല്ലാം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ റീസൺ കൊണ്ടൊന്നും അല്ല വരുന്നത്. ഓക്കെ, നിരവധി ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടും സ്റ്റേറ്റ് ടാക്സ് റവന്യൂവിൻ്റെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എക്സ്പെൻഡിച്ചർ ഗ്രോത്തുമായിട്ട് മാച്ച് ചെയ്യാൻ അതിന് കഴിയാത്തതും GST വന്നതും എല്ലാം ഇതിന് വളരെയധികം കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വളരെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ് വരുന്നത്. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും എന്ന് ഉറപ്പുള്ള, അതായത് നമുക്ക് ചിലവാക്കിയേ പറ്റൂ എന്ന് ഉറപ്പുള്ള ചിലവുകളാണ് നമ്മൾ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് പോലുള്ള ഇത് റെഡ്യൂസ് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ റെഡ്യൂസ് ചെയ്ത് സാലറി എങ്ങനെ റെഡ്യൂസ് ചെയ്യും? സാലറി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ PSC അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കണം. PSC അപ്പോയിൻമെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കും. പെൻഷൻ കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒന്നാമതേ മോശമാണ്, അത് വീണ്ടും മോശമായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കേരളത്തിലെ ഗവൺമെൻറ് എംപ്ലോയീസും പെൻഷനേഴ്സും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. പേ റിവിഷൻ വരുമ്പോൾ ഈ എക്സ്പെൻഡിച്ചർ വീണ്ടും എന്ത് ചെയ്യും, സാരമായിട്ട് കൂടുകയും ചെയ്യും. കേരളം ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിനെല്ലാം നമ്മൾ സാരമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിച്ചെങ്കിലും ഫിസിക്കൽ പ്രഷറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ ബേർഡൻ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാവാൻ വേണ്ടി ഇത് വളരെയധികം ഒരു കാരണമാകുന്നുണ്ട്. കേരള സെൻട്രൽ ട്രാൻസ്ഫറിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും സെൻട്രൽ ടാക്സ് ഷെയർ അല്ലെങ്കിൽ ഗ്രാൻസ് കുറയുമ്പോൾ അത് നമ്മുടെ ഫിനാൻസിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് നമുക്കിവിടെ കാണാൻ വഴി കഴിയും. കേരളം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഡെപ്റ്റ് ടു GSDP റേഷ്യോ വളരെ ഹൈ ആണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് റവന്യൂവിനെക്കാട്ടിയും കൂടുതൽ വളരെയധികമായിട്ട് കാണുന്നു. റവന്യൂവിൻ്റെ വലിയൊരു ഷെയർ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എടുക്കുന്നു. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടുതലാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സ്പേസ് ഇവിടെ കുറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ വെൽഫെയർ ഇൻഡെക്സ് വളരെയധികം നല്ലതാണ്. ഒരു സ്ട്രോങ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ സേവനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം പോലെയുള്ള സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം വളരെയധികം മുന്നിലാണ്. വളരെ മുന്നിലുള്ള ഡെവലപ്ഡ് നേഷൻസിലും മുന്നിലായിട്ടാണ് നമുക്ക് നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ആരോഗ്യമുള്ള ജനത മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഈ കടങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് മാറി നമുക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി കഴിയുമെന്ന് ഉള്ള നമുക്കൊരു ഫാക്ടർ നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. ബോറോയിങ്ങിൻ്റെ ഒരു ഭാഗം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനും കൂടെ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുകയും ന്യൂ റവന്യൂ സോഴ്സസ് കണ്ടെത്തുവാനും സ്റ്റേറ്റ് ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് കേരളത്തിൻ്റെ ഫിസിക്കൽ പൊസിഷൻ സ്ട്രെസ്ഡ് ആണെങ്കിലും ഒരു ഇറിവേഴ്സിബിൾ ക്രൈസിസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. കേരളത്തിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെസ്സ് മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ക്രൈസിസ് ആയിട്ട് നമുക്കിതിനെ ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കേരളം ഫിസിക്കൽ സിസ്റ്റത്തിൽ ഒരു ലോങ് ടേം സ്ട്രക്ചറൽ പ്രഷർ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കൊരു ഗവൺമെൻറ് മുന്നിൽ ഒരു മേജർ ചലഞ്ച് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിന് വേണ്ടി റവന്യൂ മൊബിലൈസേഷൻ ബെറ്റർ ആക്കി, എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്ത്, പ്രൊഡക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും കുറച്ചുകൂടെ ഫിസിക്കൽ റിഫോംസ് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽഫെയർ മോഡൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഡിസിപ്ലിനും എൻഷുർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ഫിസിക്കൽ ക്രൈസിസിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് ഒരിക്കലും, നമ്മുടെ കേരള എക്കണോമി ഒരിക്കലും പോയി. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞാൽ, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നത് ഗവൺമെൻറ് നേരിട്ട് ബഡ്ജറ്റ് വഴി ലോൺ എടുക്കാതെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആയിട്ടുള്ള SPVs മുഖേന ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് അക്കൗണ്ട് ഇത് കാണിക്കൂല, പക്ഷേ റീപേയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും. പക്ഷേ സ്റ്റേറ്റിൻ്റെ കടത്തിൻ്റെ പുറത്ത് ഇത് കാണിക്കൂല എന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇതായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സെൻട്രൽ ഗവൺമെൻറ്റും RBI എല്ലാം മാറ്റിയിട്ട് നമ്മുടെ പുറത്ത് അത് വെച്ചതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക ബോറോയിങ് ലിമിറ്റ് ഒരുപാട് കുറഞ്ഞത്. സാധാരണ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനും ഇതിന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉണ്ട്. നമുക്കിവിടെ കിഫ്ബിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എംപവർ ചെയ്ത് വന്നത്. ഓക്കെ, കേരളത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റും ബോറോയിങ് ലിമിറ്റ്സും കൂടുതലായപ്പോൾ ഗവൺമെൻറ് ഈ റൂട്ട് ഒന്ന് പിടിച്ചാലോ എന്ന് വിചാരിച്ചു. റെഗുലർ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഫിഗേഴ്സ് ഇൻക്രീസ് ആവാതെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് വേണ്ടി, വെൽഫെയർ സ്കീംസിന് വേണ്ടിയും ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടി നമുക്ക് സഹായകരമാകുന്നൊരു സാധനമാണ്, ഒരു മാർഗമാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഈ ബോറോയിങ് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നേരിട്ട് കാണിക്കാത്തതിനാൽ നമ്മുടെ ഇനിഷ്യൽ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നിക്കും. ഓക്കെ, ഒരു ചെറിയ കുറുക്കുവഴിയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് ബോറോയിങ്സ് വഴി തന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു നല്ല മാർഗമായിരുന്നു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന്
പക്ഷെ ലോങ് ടേമിൽ റീപേയ്മെന്റ് ബർഡൻ എന്തായാലും ഗവൺമെന്റിന്റെ പുറത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഒരു യൂസ്ഫുൾ ഫിനാൻഷ്യൽ ടൂൾ ആണെങ്കിലും ട്രാൻസ്പെറൻസിയെ കുറിച്ചും അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചൊക്കെ എപ്പോഴും ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നതും ഉണ്ട്. ഇന്ത്യയിൽ സ്റ്റേറ്റ്സിന് അൺലിമിറ്റഡ് ബോറോയിങ് ചെയ്യാൻ കഴിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 293(3) പ്രകാരം FRBN റൂൾസ് പ്രകാരവും സെൻട്രൽ ഗവൺമെന്റ് ബോറോയിങ്ങിന് ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട് എപ്പോഴും. ഓക്കെ, കേരളത്തിലെ സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, വെൽഫെയർ സ്കീംസ് കൂടെ കമ്മിറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി ഉള്ള സ്പേസ് ഭയങ്കര കുറവായിരുന്നു. കാരണം അതിനും കൂടെ കടം മേടിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ കടമായിപ്പോൾ. ഈ സിറ്റുവേഷനിലാണ് കേരള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ള അഡീഷണൽ ഫണ്ട് മൊബിലൈസേഷന് വേണ്ടി ഒരു മാർഗം സ്വീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് സ്വീകരിച്ചത്. എന്നാൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഓൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ മെക്കാനിസത്തിലൂടെ അതിനെ ഫിനാൻസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് എന്താ, റെഗുലർ ബോറോയിങ് ലിമിറ്റ് ക്രോസ് ചെയ്യാതെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടിയും വെൽഫെയർ കമ്മിറ്റ്മെന്റ്സിന് വേണ്ടിയുള്ള പണം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഇന്നോവേറ്റീവ് മാർഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി കേരളത്തിൽ നമ്മൾ കിഫ്ബി ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനെ റീവൈറ്റ് 2016 ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്തു. ഇതുപോലെ തന്നെ വേറൊരു സ്ഥാപനമാണ് KSSPL എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ ആദ്യമേ നമുക്ക് കിഫ്ബി കാണാം. കിഫ്ബി 2016 ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സിറ്റുവേഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. 2016 ഇതിനെ സ്ട്രെങ്തൻ ചെയ്ത് ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് ഏജൻസി ആക്കി മാറ്റിയിട്ടുണ്ട്. കിഫ്ബി ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ എടുത്തും ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നു. ജനറൽ ഒബ്ലിഗേഷൻ ബോൺസ്, റവന്യൂ ബോൺസ്, മസാല ബോൺസ് തുടങ്ങിയവ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കിഫ്ബി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺസ് ആയിട്ടും കിഫ്ബി എന്നുണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടുകൾ വഴി റോഡുകൾ, ബ്രിഡ്ജ്, ഹോസ്പിറ്റൽ, സ്കൂള്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് എന്നിവയ്ക്ക് വേണ്ടി പണം ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻവെസ്റ്ററിൽ കോൺഫിഡൻസ് നൽകാൻ വേണ്ടി ഗവൺമെന്റിന്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ഒരു ഭാഗം പെട്രോളിയം സെസിന്റെ മുഴുവനായിട്ടും കിഫ്ബി ഡെപ്റ്റ് സർവീസിങ്ങിന് ലീഗലി ഇയർമാർക്കും നമ്മൾ ചെയ്തു. അപ്പം എന്താ, ഈ കൃത്യമായിട്ട് ലോൺ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ബോണ്ട് എടുക്കുന്നവർക്ക് പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടും. കാരണം മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ഒരു പോർഷനും പെട്രോളിയം സെസും ഈ കിഫ്ബിയുടെ ഡെപ്റ്റ് സർവീസിന് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് കിഫ്ബി ബോറോയിങ് ടെക്നിക്കലി ഗവൺമെന്റ് പദ്ധതിന്റെ പുറത്താണെങ്കിലും റീപേയ്മെന്റ് വരുന്നത് എവിടെയാണ്, കിഫ്ബിക്ക് വരുമാനമൊന്നും വരുന്നില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ നേരത്തെ വരുമാനം വരാൻ കാലതാമസം എടുക്കും. അപ്പോൾ ഈ കടം നമ്മൾ തിരിച്ചടച്ചേ പറ്റൂ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് തന്നെ ഇയർമാർക്ക് ചെയ്ത് പ്രൊവിഷൻസും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചൊരു മാർഗമാണ് ഓഫ് ബോർഡറിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിന്റെ പേയ്മെന്റ് ആരുടെ പുറത്ത് വരുന്നു, ഗവൺമെന്റിന്റെ പുറത്ത് തന്നെയാണ് വരുന്നത്. അടുത്ത വേറൊരു മാർഗമായിട്ടുള്ള വേറൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് KSSPL എന്ന് പറയുന്നത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇത് 2018 രൂപീകരിക്കുന്നത്. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ടൈമിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, കൃത്യസമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ്. ഈ KSSPL കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു കൺസോർഷ്യം ഉണ്ട്. അതിൽ നിന്ന് ബോറോയിങ് നടത്തും. സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് ഇത് ഭാഗമായിട്ട് പതുക്കെ റീപേയും ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ പെൻഷൻ പേയ്മെന്റ്സ് ഡിലേ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് ആയിട്ടൊരു ബോറോയിങ് മെക്കാനിസം സ്വീകരിച്ചു. കാരണം നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പെൻഷൻ പേയ്മെന്റ്സ് മുടങ്ങാതിരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 2 സ്റ്റേറ്റ് ഗവൺമെന്റ് സമയത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ സ്വീകരിച്ചൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർഗമാണ്. പക്ഷെ അതൊരു ഡെപ്റ്റ് ബർഡൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ വെൽഫെയർ കമ്മിറ്റ്മെന്റ്സ് കൃത്യമായിട്ട് നടന്നു. ഓക്കെ, പെൻഷൻ ബെനിഫിഷ്യറീസ് വളരെയധികം നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിലുള്ള ഫണ്ട് മാത്രം ഉപയോഗിച്ച് ആ പേയ്മെന്റ്സ് നടത്തുവാൻ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനും വെൽഫെയർ കമ്മിറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ ബഡ്ജറ്ററി പ്രഷർ കുറയ്ക്കുവാനും സാധിച്ചു. പക്ഷേ അപ്പം റീപേയ്മെന്റ് വരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെയാണെന്ന്
നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. 2016 തൊട്ട് 2021 വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം മടങ്ങിൽ ഇത് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര 2019 ശേഷം ഭയങ്കര റാപ്പിഡ് ഇൻക്രീസ് ആയിരുന്നു. കാരണം KSSPL ഇൻട്രൊഡക്ഷന് ശേഷം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സിന് ഒരു ഭയങ്കര ഒരു സഡൻ ജമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും. 2019 2020 അത് 20,000 കോടി ക്രോസ് ചെയ്യുകയും ചെയ്തു. പാൻഡമിക് പീരീഡിൽ റവന്യൂ സ്ലോ ഡൗൺ ഉണ്ടായ സമയത്ത് വെൽഫെയർ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആയപ്പോൾ ഗവൺമെൻറ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൻ്റെ പുറത്ത് ഹെവിലി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പിന്നീട് കൺട്രോളർ ഓൺ ഓഡിറ്ററിൻ്റെ CAGയുടെ ക്രിറ്റിസിസത്തിനും സെൻട്രൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിനും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് കാരണമാവുകയും 2023-24 കാലഘട്ടത്തിൽ ഒരു 20,000 കോടി എന്നുള്ളത് 6,000 കോടിയായിട്ടൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ വേണ്ടി കഴിയും. CAGയുടെ ക്രിറ്റിസിസം സെൻട്രൽ ഗവൺമെൻറ് കോൺഫ്ലിക്റ്റും എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ CAG കൃത്യമായിട്ട് ഇതിനെ എന്ത് ചെയ്തു, ഈ പ്രാക്ടീസിനെ ക്രിറ്റിസൈസ് ചെയ്തു. CAG പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയാണ് ബോറോവിങ് ചെയ്യുന്നതെങ്കിലും കടം മേടിച്ചത് മകനാണെങ്കിലും കുടുംബത്തിൻ്റെ മൊത്തം പുറത്ത് ബേർഡൻ വരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. കാരണം കുടുംബത്തിൻ്റെ കടം മൊത്തമായിട്ട് കൂടിയിരിക്കുകയും ചെയ്യും. കുടുംബം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, CAGയുടെ അഭിപ്രായത്തിൽ ഈ ലയബിലിറ്റി ബഡ്ജറ്റ് അക്കൗണ്ടിൽ പ്രോപ്പർലി റിഫ്ലക്റ്റ് ചെയ്യണം എന്നവർ പറഞ്ഞു. SPV കോൺസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ് ലിമിറ്റ് പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതെന്നും കൃത്യമായിട്ട് അതിന് നമ്മളൊരു കുറുക്ക് വഴി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. കാരണം നമ്മുടെ ഒരു ബഡ്ജറ്റ് ബോറോയിങ്സ് കൂടാതെ തന്നെ നമുക്ക് ബോറോയിങ് ലിമിറ്റ് കഴിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബോറോ ചെയ്യുക എന്നുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ അത് ബഡ്ജറ്റ് ലയബിലിറ്റി ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണമെന്ന് CAG പറഞ്ഞു. ഈ ക്രിറ്റിസിസത്തിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് 2022-21 നമ്മുടെ ഓഫ് ബഡ്ജറ്റ് ലിമിറ്റ് ക്രോസ് ചെയ്തു എന്ന് അത് ഈ കേരള ബോറോയിങ് സീലിംഗ് കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനും എന്ത് ചെയ്തു തുടങ്ങി. ഇതോടെ കിഫ്ബിയും KSSPLും വഴി അഡീഷണൽ ബോറോയിങ് നടത്താനുള്ള കേരളത്തിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്തു കുറഞ്ഞു. അപ്പോൾ ഇതും പിന്നെ GSTയിൽ നിന്ന് കിട്ടുന്ന കോമ്പൻസേഷനും ഒക്കെ കുറഞ്ഞപ്പോൾ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഫിസ്ക്കൽ റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ തന്നെ ഇതൊരു മേജർ റീസൺ ആവുകയും ചെയ്തു. ഓഫ് ബോർഡിംഗ് ബഡ്ജറ്റ് ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് വലിയ സപ്പോർട്ട് തന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് കണ്ടിന്യൂ ചെയ്യാനും വെൽഫെയർ സ്കീംസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്മീഡിയറ്റ് ഫിസ്ക്കൽ ക്രൈസിസ് അവോയ്ഡ് ചെയ്യാനും ഇത് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു ഹിഡൻ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കാരണമായി. ബഡ്ജറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാതെ ഡെപ്റ്റ് ഫ്യൂച്ചർ റീപേയ്മെൻറ്റ് ബേർഡൻ ആയിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പുറത്ത് ഇത് വരും. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഡെപ്റ്റ് സർവീസ് കമ്മിറ്റ്മെൻറ്റ്സും ഫ്യൂച്ചർ റവന്യൂവിനെയും ഇത് വളരെയധികം കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ആർഗ്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോറോയിങ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ഗ്രോത്തിന് ജനറേറ്റ് ചെയ്യാൻ ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ത് ചെയ്യും, ലഭിക്കും. പക്ഷേ റിട്ടേൺസ് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഡെപ്റ്റ് ബേർഡൻ ഫിനാൻഷ്യൽ സ്ട്രെസ് കൂടാൻ എന്ത് ചെയ്യുന്നു, ഇത് കാരണമാകുന്നു. വേഴ്സൺ ചെയ്യാനും ഇത് കാരണമാകും. ലോങ് ടേം ഫിനാൻഷ്യൽ സ്ട്രെസ്സിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡ് അല്ലെങ്കിൽ ഡബിൾ എഡ്ജ്ഡ് നമ്മൾ ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാരണം കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് തലവേദന ആവാനുള്ള ഒരു സാധ്യത പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് FRBM അഥവാ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മെയിൻ്റനൻസ് ആക്ട് മാനേജ്മെൻറ്റ് ആക്ട് എന്താണെന്നുള്ളതാണ്. 2023 ഈ ആക്ട് കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് ഫിനാൻസ് കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കുവാൻ വേണ്ടിയും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബോറോയിങ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയാണ് FRBM ആക്ട് സെൻട്രൽ ഗവൺമെൻറ് 2003 കൊണ്ടുവരുന്നത്. ഈ ആക്ടിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ഇൻ്റർജനറേഷണൽ ഇക്വിറ്റി, അതായത് ഗവൺമെൻറ് എക്സസീവ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷൻസിന് ഡെപ്റ്റ് റീപേയ്മെൻറ്റ് ബർഡൻ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യരുത്. അതായത് നമ്മുടെ തലവേദന എടുത്ത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ പുറത്തോട്ട് എടുത്ത് വെക്കരുത് എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ്, ഒരു ഐഡിയയുടെ പുറത്താണ് ഈ FRBM ആക്ട് വരുന്നത്. ഒരു
ഫിസ്ക്കൽ ഡിസിപ്ലിനും റെസ്പോൺസിബിൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും എന്ത് ചെയ്യുക, കൊണ്ടുവരാം. ഇന്ത്യയിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും FRBM ഫോളോ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ ഓൺ ഫിസ്ക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് സെപ്പറേറ്റ് FRBM ലോസ് എനാക്ട് ചെയ്യാൻ വേണ്ടിയും ഈ FRBM ആക്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഡെപ്റ്റ് ലെവൽ എന്നിവ സസ്റ്റൈനബിൾ ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് FRBM ആക്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. FRBMൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത് ഗവൺമെൻറ് ഫിനാൻസ് സസ്റ്റൈനബിൾ ലെവലിൽ എത്തിക്കുക എന്നാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്താൽ പബ്ലിക് ഡെപ്റ്റ് കൂടുകയും ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണ് FRBM ചെയ്യുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നതും മേജർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി ബോറോയിങ് ചെയ്യുന്നത് ലോങ് ടേമിൽ ഒരിക്കലും സസ്റ്റൈനബിൾ ആവില്ല. ആക്ട് നമ്മുടെ ഗവൺമെൻറ് ഓപ്പറേഷൻസിനും ബഡ്ജറ്റ് ഓപ്പറേഷനും ഫിനാൻസ് ഓപ്പറേഷൻസിനും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരണമെന്നും ഗവൺമെൻറ് ബോറോയിങ്, എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ്, ലയബിലിറ്റീസ് എന്നിവ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണമെന്നും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവുമെന്നും അതുവഴി നമ്മുടെ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, ലോങ് ടേം ഫിസ്ക്കൽ സസ്റ്റൈനബിലിറ്റിക്ക് ഇതാണ് വേണ്ടതെന്നുമാണ് FRBM ആക്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരള ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് 2003 കേരള അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് KFRA എന്നാണ് അറിയപ്പെടുന്നത്. KFRAയുടെ മേജർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് GSDPയുടെ 3% മെയിൻറ്റെയിൻ ചെയ്യുക, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാജുവലി എലിമിനേറ്റ് ചെയ്യുക, ടോട്ടൽ പബ്ലിക് ഡെറ്റ് 30% താഴെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ബഡ്ജറ്റ് ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്യുന്നത് മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്യണമെന്നും ഇതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും CAGയും റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നതും കാണാം. ഓക്കെ, നമ്മൾ പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കേരളം വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. FRBMൽ മൂന്ന് മേജർ ഇൻഡിക്കേറ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ റെസിപ്റ്റ്സിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ളപ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് വരുന്നത്. ഇത് ഗവൺമെൻറ് റെക്കോർഡിംഗ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി ബോറോയിങ് എത്രമാത്രം എടുക്കുന്നു നമുക്ക് കാണുവാൻ മനസ്സിലാക്കും. അടുത്തുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ഇത് ഓവറോൾ ഗവൺമെൻറ് ബോറോയിങ് റിക്വയർമെൻ്റ് ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് ടോട്ടൽ റെസീപ്റ്റ്സും തമ്മിലുള്ള ഓവറോൾ ഗ്യാപ്പാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കാണുവാൻ പറ്റുന്നത്. അടുത്തായിട്ടുള്ളത് ഡെപ്റ്റ് ടു GSDP റേഷ്യോ. ഇത് സ്റ്റേറ്റ് എക്കണോമിയുടെ സൈസിനോട് കമ്പയർ ചെയ്ത് ടോട്ടൽ പബ്ലിക് ഡെപ്റ്റ് എത്രമാത്രം നമുക്ക് പബ്ലിക് ഡെപ്റ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. റേഷ്യോ വളരെ ഹൈ ആണെങ്കിൽ ഡെപ്റ്റ് ബർഡൻ എക്കണോമി ഹെവി പ്രഷർ ഉണ്ടാവാനും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിന് ഇത് ബാധിക്കുവാൻ വേണ്ടി കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് 30% താഴെ കൊണ്ടുവരാനാണ് സ്റ്റേറ്റ്സ് ശ്രമിക്കുന്നത്. നമ്മുടെ 2015 തൊട്ട് 2020 റവന്യൂ ട്രെൻഡ്സ് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊരു ഫിസ്ക്കൽ സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. റവന്യൂ ഡെഫിസിറ്റ് എല്ലാ വർഷത്തിലും തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലാണ്. അതായത് നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ കവർ ചെയ്യാൻ വേണ്ടി സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി കടം മേടിക്കുന്നുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് FRBM നോർമായ 3നേക്കാൾ കൂടുതലായിട്ട് പല വർഷവും റെക്കോർഡ് ചെയ്യപ്പെട്ടു. പക്ഷേ എന്നാൽ ഫ്ലഡിൻ്റെ സമയത്ത്, ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, പിന്നെ കോവിഡ് കഴിഞ്ഞുള്ള സമയത്താണ് വളരെയധികം കൂടിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ 2004, 2024-2025 സമയത്തൊക്കെ നമ്മൾ 3.40 നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതിനെ. ഓക്കെ, എന്നാൽ GSDP ടോട്ടൽ ഡെപ്റ്റ് ടു GSDP റേഷ്യോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരള എക്കണോമിയുടെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് ഡെപ്റ്റ് ബർഡൻ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പെൻഷൻ പോലുള്ള മേജർ റെക്കറിംഗ് എക്സ്പെൻസ് വരുന്നു, നമുക്ക് റവന്യൂ ഗ്രോത്ത് എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നില്ല, വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മുടെ ഫിസ്ക്കൽ പ്രഷറിന് കാരണമാകുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലഡ്, പാൻഡമിക് പോലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്.
നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും വളരെയധികം ഹൈ ആയിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. കേരളത്തിന് FRBM സ്ട്രാറ്റജീസ് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ റവന്യൂ ഡെഫിസിറ്റ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റും പല വർഷങ്ങളായിട്ട് 3% മുകളിലായിട്ട് കാണാം. ഡെപ്റ്റ് പാർട്ടനും സസ്റ്റൈനബിൾ ലെവൽ ക്രോസ് ചെയ്യുന്നത് കാണാം. റവന്യൂ മൊബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അൺനെസറി ആയിട്ട് എക്സ്പെൻഡിച്ചർ റാഷണലൈസ് ചെയ്യുക, അതായത് കുറയ്ക്കുക, പ്രൊഡക്റ്റീവായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടുക, ഫിസിക്കൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക, വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം ഫിസിക്കൽ മാനേജ്മെൻറ്റ് കൂടി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫ്യൂച്ചർ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. ഒരു ഫിസിക്കൽ കൺസോളിഡേഷൻ ഉണ്ടാവണം. അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റേറ്റ് എടുക്കണം എന്നാണ് നമുക്ക് ഈ FRBM ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത്.